പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ വൈകുന്നതുകൊണ്ട് കൂടുതൽ സങ്കീർണമാവുന്ന ഒന്നാണ് ബ്ലാഡർ ക്യാൻസർ. ഇതേപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ വി ഹാവ് ഡോക്ടർ റോയ് പി ജോൺ, സീനിയർ കൺസൾട്ടന്റ് യൂറോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ. സാറിന് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? ബ്ലാഡർ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ ലക്ഷണം യൂഷ്വലി കാണുന്നത് പെയിൻലെസ് ഹെമച്യൂറിയ, അതായത് വേദനയില്ലാതെ മൂത്രത്തിൽ രക്തം കാണുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് രോഗികൾക്ക് ഒരു തവണ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് യൂഷ്വലി ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. ഒന്ന് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞായിരിക്കും അടുത്ത ബ്ലീഡിങ് വരുന്നത്, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ആദ്യത്തെ ഒരു ലക്ഷണം ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്ത് അവർ ഡോക്ടറെ കാണാൻ പോകാതെ ഇരിക്കുകയും പിന്നീട് അത് ചിലപ്പോൾ 2-3 പ്രാവശ്യം വന്നതിന് ശേഷമായിരിക്കും അവർ കാണുന്നത്. അപ്പോഴത്തേക്കിന് ഈ അസുഖം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കും. അപ്പം അതാണ് ഇതിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതലും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് പെയിൻലെസ് ഹെമച്യൂറിയ, അല്ലെങ്കിൽ വേദനയില്ലാതെ മൂത്രത്തിൽ രക്തം കാണുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് മൂത്രത്തിൽ രക്തക്കട്ടകൾ പാസ് ചെയ്യും യൂറിൻ്റെ അകത്ത്, അതായത് വലിയ വലിയ ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയും. ബ്ലഡ് ക്ലോട്ടായിട്ട് അതിന്റെ കഷ്ണങ്ങൾ പാസ് ചെയ്യും, രക്തം പോകുന്നതിനൊപ്പം തന്നെ ഉണ്ടാകുന്നത്. വേറെ സിംറ്റംസ് പറയുന്നത് മൂത്രത്തിൽ കൂടെ യൂറിൻ കൂടെ ഒഴിക്കാൻ തോന്നുക, മൂത്രം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ വരിക, മൂത്രം അറിയാതെ വരിക, മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പം വേദനകൾ വരിക. ഇതൊക്കെയാണ് യൂഷ്വലി ബ്ലാഡർ ക്യാൻസറിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ. ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഇത് ഡോക്ടറെ ചെന്ന് കണ്ട് അത് വേണ്ട പരിശോധനകൾ നടത്തുകയും അത് എന്താണെന്നുള്ളത്, ചിലപ്പോൾ അത് മറ്റ് അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു യൂറിൻ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ ഒരു ലക്ഷണമോ ആയിരിക്കാം. പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബ്ലാഡർ ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കാതെ പോവുകയും പിന്നീട് അത് കാണുമ്പോൾ അതൊരു ലേറ്റ് സ്റ്റേജിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സമയം ഒത്തിരി പോയി കഴിഞ്ഞു. അതാണ് ബ്ലാഡർ ക്യാൻസറിന്റെ യൂഷ്വലി കാണുന്ന ഒരു. ബ്ലാഡർ ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? ബ്ലാഡർ ക്യാൻസർ ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് അനുസരിച്ചിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്. ഏർലി സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞ പോലെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്ലാഡർ ക്യാൻസർ എന്ന് പറയുന്നത് മൂത്രസഞ്ചിയുടെ ഇന്നർ ലൈനിങ് ഉണ്ട്, ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലൈനിങ്ങിൽ നിന്നാണ് യൂഷ്വലി ബ്ലാഡർ ക്യാൻസർ ഫോം ചെയ്യുന്നത്. ഈ യൂറിനറി ബ്ലാഡറിന്റെ വാൾ അല്ലെങ്കിൽ ഭിത്തി എത്രമാത്രം ഇൻവോൾവ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചാണ് ബ്ലാഡർ ക്യാൻസർ 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസർ, 2 മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ. ഈ സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസർ എന്ന് പറയുന്നത് ഈ മൂത്രസഞ്ചിയുടെ ഇന്നർ ലെയറിനെ മാത്രം ബാധിക്കുന്ന ഒരു സാധനം. അത് പ്രോഗ്രസ് ചെയ്തിട്ട് മസിലിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ അല്ല, അതൊരു കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ബ്ലാഡർ ക്യാൻസർ ആണ്. സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസറിന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട്സ് ആണ്. നമ്മൾ എൻഡോസ്കോപ്പിക്ക് കൂടി തന്നെ നമുക്ക് ആ ട്യൂമർ റിമൂവ് ചെയ്യുകയും പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ അതിന് മൂത്രസഞ്ചിക്കകത്ത് ചെറിയ മരുന്നുകളൊക്കെ ഇട്ട് നമുക്കത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മരുന്നുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസർ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ബ്ലാഡർ ക്യാൻസർ ആണ്. അത് നേരത്തെ കണ്ടുപിടിച്ച് അത് എൻഡോസ്കോപ്പിക്കലി അത് റിമൂവ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചിലതിന് നമുക്ക് മൂത്രസഞ്ചിക്കകത്ത് ചില കീമോതെറാപ്പി ഡ്രഗ്സ് ഇട്ടുകൊണ്ട് നമുക്കത് വീണ്ടും വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. സൂപ്പർഫിഷ്യൽ ബ്ലാഡർ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത അത് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതാണ്ട് 70% പേർക്ക് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോളോ അപ്പ് വേണം, ഇടയ്ക്കിടയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അതേസമയത്ത് മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ, അതായത് മൂത്രസഞ്ചിയുടെ മെയിൻ മസിലിനെ ബാധിച്ച ഒരു ബ്ലാഡർ ക്യാൻസർ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബ്ലാഡർ റിമൂവലാണ്. അതായത് യൂറിനറി ബ്ലാഡർ മുഴുവനായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അത് ഒരു ഓപ്പൺ സർജറി കൂടെയോ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് സർജറി കൂടെയോ യൂറിനറി ബ്ലാഡർ റിമൂവ് ചെയ്യാം. അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അഗെയിൻ അത് സ്റ്റേജ് അനുസരിച്ചാണ്. മൂത്രസഞ്ചിയിൽ മാത്രമാണ് അത് ബാധിച്ചതെങ്കിൽ ആ യൂറിനറി ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5 year സർവൈവൽ റേറ്റ് അറൌണ്ട് 50-60% ഉണ്ടാവും. അതേസമയത്ത് വേറെ എങ്ങോട്ടെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ട്രീറ്റ്മെന്റ് വളരെ ബുദ്ധിമുട്ടാവും. അത് അങ്ങനെയാണ് യൂഷ്വലി ബ്ലാഡർ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് പോകുന്നത്. ഈ റോബോട്ടിക് സർജറി നമുക്ക് ഇതിൽ യൂസ്ഫുൾ ആണോ? റോബോട്ടിക് സർജറി ബ്ലാഡർ ക്യാൻസറിൽ നമുക്ക് ഈ പറയുന്ന മസിൽ ഇൻവേസീവ് ബ്ലാഡർ ക്യാൻസർ ആണെങ്കിൽ ബ്ലാഡർ റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് വലിയ മുറിവുകളൊന്നും ഇല്ലാതെ ബ്ലാഡർ റിമൂവ് ചെയ്യാൻ നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബ്ലാഡർ റിമൂവ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ യൂറിൻ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേറെ കുടൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് വെക്കുന്നത്. കുടലിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിന്റെ ഒരറ്റം പുറത്തേക്ക് വെക്കുകയും ഈ കിഡ്നി എന്ന് പറയുന്ന 2 ട്യൂബുകളും അതിനോട് യോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു ബാഗ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈലിയൽ കോണ്ടി എന്ന് പറയും. അതല്ലെങ്കിൽ വേറെ ചെറിയ കുടൽ എടുത്തിട്ട് വേറൊരു ബ്ലാഡർ തന്നെ നമ്മൾ റോബോട്ടിക് സർജറി ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വേറെ പുതിയൊരു ബ്ലാഡർ ഉണ്ടാക്കിക്കൊണ്ട് ഈ 2 ട്യൂബുകൾ അതിനെ യോജിപ്പിക്കുകയും അപ്പോൾ നമുക്ക് രോഗികൾക്ക് സാധാരണ രീതിയിൽ മൂത്രം ഒഴിക്കാനും പറ്റും. അതിനെ നിയോ ബ്ലാഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഒരു പുതിയ ബ്ലാഡർ നമുക്ക് ഉണ്ടാക്കണം. അതായത് ചെറിയ കുടൽ, ഈലിയം എന്ന് പറഞ്ഞ ചെറിയ കുടൽ എടുത്തുകൊണ്ട് അത് ചെറിയൊരു പൗച്ച് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലാഡർ ഉണ്ടാക്കി നമുക്ക് സാധാരണ രീതിയിൽ മൂത്രം ഒഴിക്കത്തക്ക രീതിയിൽ ചെയ്യാം. അത് എല്ലാവർക്കും അത് സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അഗൈൻ ചെറിയ കുടൽ എടുത്തിട്ട് അതിന്റെ ഒരു അറ്റം വയറിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയും
നമ്മുടെ കിഡ്നിയുടെ ട്യൂബ് രണ്ടും മറ്റേ അറ്റത്ത് യോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ പുറത്തൊരു ബാഗ് ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ യൂറിൻ അവിടെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂറിൻ എടുക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ചെയ്യേണ്ടി വരും ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ മുറിവുകളൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് റോബോട്ടിക് സർജറിയുടെ സഹായം വേണ്ടി.